അല്ല എലോണ ഇല്ല എനിക്കാണെങ്കിൽ പേരിങ്ങനെ എലന എലോണ ഫ്രണ്ട് സംസാരിച്ചേട്ടെ എന്തൊക്കെ റാങ്കോ അയാള് ചാടാൻ നിൽക്കുക അല്ലടാ ഭൂമിശാസ്ത്രം പഠിക്കാൻ നിൽക്കുന്നു. റാങ്കോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എലോണ ഈ കാഞ്ചീപുരമാണോ അതോ ബനാറസ് ആണോ പിള്ള സാരി വേണ്ടത്? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്ന്. കാലൊടിഞ്ഞാ കുഴപ്പമില്ല, നടുവെല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ റാങ്കോ. നടുവിന് നല്ല വേദനയുണ്ട് വൈദ്യരെ. ഷാജിയെ, സുഷുമ്നയുടെ 14ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയല്ല. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഹോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യരെ? ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കും. റാങ്കോ ചെറിയ പ്രായമാണ്, നല്ല മുതുക് പ്രായം. എന്നാലും ഒരു ഷാജി ബാബന്റെ അവസ്ഥ ഒഴിഞ്ഞോട്ട് നടക്കേണ്ടി വരും. ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്ത പണി കാണോ റാങ്കോ? റാങ്കോ കൈവിട്ട കളിയാണ്, ആവശ്യമില്ലാത്ത പണിക്ക് വെക്കരുത്. ഇതിനെക്കാട്ടി വലിയ ഓപ്പറേഷൻസ് നമ്മൾ ചാടിയിട്ടുണ്ട്. ഇങ്ങനെ പേടിപ്പിക്കണോ? ശരിയാ, എന്റെ പൈൽസിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ. ചാടിക്കോ ധൈര്യമായിട്ട് അടിക്കാം. റാവുത്തറെ പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, പൈൽസ് മൂലക്കുരു. പാന്റ് അഴിക്കുന്ന എന്തിനും ഒരു സേഫ്റ്റി വേണം. അല്ലാതെ പാരച്ചൂട്ടല്ലേ എടുത്തിരുന്നു, വെസ്റ്റ് എടുത്തിരുന്നു വെടിവെക്കാന്ന പോലെ. 32 വയസ്സുള്ള യുവാവ് ചെതറി മരിച്ചു. അത് ഉപയോഗിക്കാറിയാവോ? എന്നാ നീ അതിന്റെ മുകളിൽ ചാടുമ്പോൾ പാരച്യൂട്ടിൽ അല്ലാണ്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാ അസ്സലാമലൈക്കും. എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോനെ, നന്നായി വരും. എസ് അടിച്ച എനിക്ക് കാലേ പിടിച്ചോ, വീട്ടിൽ പോയിട്ട് പിടി എണിക്ക്. എസ് അടിക്ക്. അതെ ഞാനും. അതായത് ഭാര്യയേക്കാൾ എന്നെയാണല്ലേ വിശ്വാസം. എന്റെ അടുത്തോട്ട് ചാടിയോണ്ട് ചോദിച്ചു. അതല്ല, ശ്യാമിന് കൂടുതലായതുകൊണ്ട് ചാടിയപ്പോ ഇച്ചിരി കൂടിപ്പോയി. അതെ അല്ലെങ്കിലും ഭാര്യയെന്ന് വിചാരിച്ച് നോക്കിട്ടാണ്. അതെ അറിയാം. പണ്ട് നമ്മൾ ഈ ഓരോ ഫീഡിങ് മിഷൻസിനൊക്കെ പോകുമ്പോ ആലോചിക്കണം, ഇതിനെക്കാട്ടി വലിയ ദുർഘടമായ പദവികളിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇതൊന്നും പുത്തരിയല്ലേ നമുക്ക്. ഏത് ശരി, ഇതൊക്കെ നമുക്ക് വെറും മൊട്ടേരി മതി. അതെ ഭാര്യയ്ക്ക് വിഷമായി സിറ്റിന്ന് ഇറങ്ങി, ഭർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് വേറെ ആളുടെ അടുത്തോട്ട് ചാടി. ഞാൻ വിചാരിച്ചു പാരഷൂട്ട് ഓപ്പൺ ആവുന്നു. ഇത്ര ഹൈറ്റ് പോരല്ലേ ഈ പൊക്കത്തീന്ന എന്തോരം മിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇത് നമ്മള് പാരഷൂട്ടിട്ടല്ലല്ലോ എല്ലാ വിഷയവും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ യാത്ര പോകുമ്പോ ആകാശത്തുനിന്ന് പോയി ചാടി അങ്ങനെയൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് വെച്ചിട്ടത് ഡാമേജ് കുറയ്ക്കാൻ. അതിന് ചാടുന്ന സമയത്ത് കിട്ടുന്ന ഡാമേജ് ഹെൽത്ത് അല്ലേ, വെസ്റ്റ് ഇട്ട് എങ്ങനെ ഡാമേജ് കുറയും? ഇത് മൈൻക്രാഫ്റ്റ് അല്ലായിരുന്നല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. അല്ല, ഇത് റാങ്കോ സാറിന്റെ മിസ്റ്റേക്ക് അല്ല.
ഇത് കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് പറ്റിയൊരു മിസ്റ്റേക്കാണ്. കൊറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ? അല്ല, വർഷങ്ങൾക്കല്ല, അതല്ല, ഇത് മാസം. ശരിയാ, വർഷം. അതന്നെ വർഷം. രണ്ടെണ്ണം കൂടെ നൈസിൽ നിന്ന് തന്തയ്ക്ക് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വളരെ സൗമ്യമായിട്ട് ഞാനിത് കേട്ട് നിക്കുന്നത്. എല്ലാ കാലത്തും പന്തിരിക്കത്തില്ല, ആ പന്ത് നമ്മുടെ കാലിലും എത്തും. അതുവരെ ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കും. സാവു, നിന്നെ കിട്ടും. അന്ന് വന്ന് മറ്റേ നാരങ്ങ പിഴിയത്തില്ലേ, അതേപോലെ പിഴിഞ്ഞെടുക്കുന്നു. വൃത്തിയായിട്ടവൻ എന്താ സാറേ പറയുന്നേ, പിഴിയെന്നൊക്കെ. എന്ത് വൃത്തിയോടെ ഇരിക്കുന്ന എന്ത്? നീ പാവമാണ് സാറേന്ന്, നീ പാവമാണ് സാറേന്ന്. ഓ, അങ്ങനെ പുള്ളി പറഞ്ഞല്ലേ സാബു. ഇത്രയും വലിയ പാവപ്പെട്ട സാറ് ഇവിടെ ലോകത്തില്ലെന്ന്, ഈ വേൾഡ്. അതല്ല മനുഷ്യൻ.